നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. SBI 2273 സർക്കിൾ ബേസ്ഡ് ഓഫീസർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യരായവർക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ sbi.bank.in വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ഫെബ്രുവരി 25 വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. 2050 റെഗുലർ, 223 ബാക്ക്ലോഗ് ഉൾപ്പെടെ ആകെ 2273 ഒഴിവുകളാണ് ഉള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അഖിലേന്ത്യാ തലത്തിൽ ജോലി ചെയ്യാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അടിസ്ഥാന ശമ്പളം 48,480 രൂപയാണ്. ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ 1 പ്രകാരം 48,480, 85,920 രൂപ പേ സ്കെയിലിലാണ് ഇതുള്ളത്. ക്ഷാമബത്ത, വീട്ടുവാടക ബത്ത, PF, NPS, മെഡിക്കൽ സൗകര്യം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. ഓൺലൈൻ ടെസ്റ്റിനായുള്ള കോൾ ലെറ്ററുകളും പരീക്ഷയും മാർച്ചിൽ നടക്കാനാണ് സാധ്യതയെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. പ്രാദേശിക ഭാഷാ പരിജ്ഞാനം നിർബന്ധമായ ഈ തസ്തികയിൽ കേരളത്തിലെ തിരുവനന്തപുരം സർക്കിളിന് കീഴിൽ മലയാളം അറിയുന്നവർക്കായി 83 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. മറ്റ് പ്രധാന സർക്കിളുകളിലെ ഒഴിവുകൾ: ബംഗളൂരു കന്നഡ അറിഞ്ഞിരിക്കണം 236 ഒഴിവുകൾ, ഗാന്ധിനഗർ ഗുജറാത്തി 249, ചെന്നൈ തമിഴ് 208, കൊൽക്കത്ത ബംഗാളി അല്ലെങ്കിൽ നേപ്പാളി അല്ലെങ്കിൽ ഹിന്ദി 242, ലക്നൗ ഹിന്ദി അല്ലെങ്കിൽ ഉറുദു 221, മഹാരാഷ്ട്ര മറാഠി 204 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. 2025 ഡിസംബർ 31-ന് 21-നും 30-നും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അപേക്ഷകർ. 1996 ജനുവരി 1-നും 2004 ഡിസംബർ 31-നും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ യോഗ്യത. വിവിധ വിഭാഗക്കാർക്ക് വയസ്സിളവുകൾ ലഭ്യമാണ്. പട്ടികജാതി വർഗ വിഭാഗക്കാർക്ക് 5 വർഷവും OBC നോൺ ക്രീമി ലെയർ വിഭാഗത്തിന് 3 വർഷവും വയസ്സിളവ് ലഭിക്കും. ഭിന്നശേഷിക്കാർക്ക് 10 മുതൽ 15 വർഷം വരെയും വിമുക്ത ഭടന്മാർക്ക് 5 വർഷം വരെയും ഇളവുകളുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലെ ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ഇൻ്റഗ്രേറ്റഡ് ഡ്യുവൽ ഡിഗ്രിയോ തുല്യമായ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ടന്റ് യോഗ്യതയുള്ളവർക്കും അവസരമുണ്ട്. 2025 ഡിസംബർ 31-ന് റിസർവ് ബാങ്കിൻ്റെ 2ാം ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്ത ഏതെങ്കിലും ഷെഡ്യൂൾഡ് കമേഴ്സ്യൽ ബാങ്കിലോ റീജിയണൽ റൂറൽ ബാങ്കിലോ ഓഫീസർ തസ്തികയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. യോഗ്യതാ പരീക്ഷ പാസ്സായ തീയതി മാർക്ക് ഷീറ്റിലേത് ആയിരിക്കും. പൊതു EWS OBC വിഭാഗക്കാർക്ക് 750 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST PWBD വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് വഴി ഓൺലൈനായി ഫീസ് അടയ്ക്കാം. തെരഞ്ഞെടുപ്പ് പ്രക്രിയ 4 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. 170 മാർക്കിൻ്റെ ഓൺലൈൻ പരീക്ഷയാണ് ആദ്യഘട്ടം. ഇതിൽ 120 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആയിരിക്കും. 50 മാർക്കിൻ്റേത് വിവരണാത്മക പരീക്ഷയും ഉൾപ്പെടുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിന് 2 മണിക്കൂറാണ്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ ഇംഗ്ലീഷ് 30 മാർക്ക്, ബാങ്കിംഗ് വിജ്ഞാനം 40, പൊതുവിജ്ഞാനം, സമ്പദ് വ്യവസ്ഥ 30 മാർക്ക്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 20 മാർക്ക് എന്നിങ്ങനെയാണ് വിഷയങ്ങളുള്ളത്. 30 മിനിറ്റുള്ള വിവരണാത്മക പരീക്ഷ ഇംഗ്ലീഷ് ഭാഷയിലെ കത്തെഴുത്തും ഉപന്യാസവും ഉൾപ്പെടുന്നതാണ്. ഓൺലൈൻ പരീക്ഷയുടെ മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവുകളുടെ ഏകദേശം 3 ഇരട്ടി ഉദ്യോഗാർത്ഥികളെ അഭിമുഖത്തിനായി ക്ഷണിക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗ്യതയും പ്രവൃത്തി പരിചയവും വിലയിരുത്തും. 50 മാർക്കിൻ്റെ അഭിമുഖത്തിൽ മിനിമം യോഗ്യതാ മാർക്ക് നേടിയിരിക്കണം. അന്തിമ തെരഞ്ഞെടുപ്പിന് മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രാദേശിക ഭാഷാ പ്രാവീണ്യം പരിശോധിക്കുന്ന ടെസ്റ്റ് ഉണ്ടാകും. 10ാം ക്ലാസ് അല്ലെങ്കിൽ 12ാം ക്ലാസ്സിൽ പ്രാദേശിക ഭാഷ പഠിച്ചവർക്ക് ഇതിൽ നിന്ന് ഒഴിവാകാം. ഓൺലൈൻ ടെസ്റ്റിന് 75%, അഭിമുഖത്തിന് 25% വെയിറ്റേജ് നൽകി അന്തിമ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.